ചൈനയിലേക്കുള്ള വിസ ഇനി നമുക്ക് ഓൺലൈനായിട്ടും യു എയിലുള്ള റെസിഡൻസിന് അപേക്ഷിക്കാമെന്നുള്ള പുതിയൊരു വാർത്തയാണ്. നേരത്തെ നമ്മൾ ചെയ്തിരുന്നത് ഒരുപാട് ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി വെയിറ്റ് ചെയ്തു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതൊന്നും ആവശ്യമില്ല. ഇത് ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്, അങ്ങനെ 3 ഫേസാണ് ചൈനയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വിസയ്ക്ക് വേണ്ടിയിട്ട്. ഒന്നുകിൽ നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ട്രാവൽ ഏജൻസിയെ ഏൽപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വഴി സ്വന്തം തന്നെ ചെയ്യാൻ പറ്റും. ഈ ഒരു കാണുന്ന വെബ്സൈറ്റ് ഉണ്ടല്ലോ, ഈ വെബ്സൈറ്റിലേക്ക് നമ്മൾ ആദ്യം പോവുക. counselor.mfa.gov.cn/visa. അവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക. അതായത് കറണ്ട് ലൊക്കേഷൻ നമ്മൾ യു എ ആണെന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് സൈൻ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഒന്നാമത്തത്. രണ്ടാമത്തത് ക്ലിയർ ആയിട്ടുള്ള സ്കാൻ കോപ്പി, അതിൽ പറയുന്ന പാസ്പോർട്ട് കോപ്പി, ഫോട്ടോ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് അപ്ലോഡ് ചെയ്യുക. മൂന്നാമത്തത് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ പിന്നീട് നമുക്ക് പേയ്മെൻ്റ് ആണ് നോർമലി എല്ലാ ഓൺലൈൻ വിസ പ്രോസസ്സിലും വരുന്നത്. പക്ഷേ ഇവിടെ അതില്ല. പേയ്മെൻറ്റ് ഇല്ലാതെ തന്നെ നമ്മളെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഇമെയിൽ വരും. ഒന്നുകിൽ റിജക്റ്റഡ് അല്ലെങ്കിൽ അപ്രൂവ്ഡ്. റിജക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അപ്രൂവ്ഡ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിസ കോപ്പി ഉണ്ടാവും. ആ കോപ്പി പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ചൈനീസിൻ്റെ ഈ ഒരു വിസ സെൻറ്ററിലേക്ക് പോകണം. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു പറഞ്ഞ വിസ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രിൻ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇനി പറയുന്ന ഡോക്യുമെൻറ്റുകളൊക്കെ നിങ്ങൾ കൊണ്ടുപോകണം. എന്നിട്ട് സിവാസ്ക് അല്ലെങ്കിൽ ചൈനീസ് വിസ ആപ്ലിക്കേഷൻ സർവീസ് സെൻറ്റർ ദുബായിൽ വിത്തൗട്ട് അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് നേരിട്ട് ചെല്ലാവുന്നതാണ്. അതിൻ്റെ കൂടെ വേണ്ടത് നിങ്ങളുടെ ഒറിജിനൽ വാലിഡ് പാസ്പോർട്ട്, പിന്നെ മൾട്ടിനാഷണാലിറ്റി ആണെങ്കിൽ ആ വാലിഡ് പാസ്പോർട്ട് എല്ലാം വേണം. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ നമ്മൾ നേരത്തെ ഓൺലൈനിൽ അപ്ലൈ ചെയ്തിരുന്ന എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഓരോ പ്രിൻറ്റഡ് കോപ്പിയും കൂടി നമ്മൾ കരുതുക. അവിടെ എത്തി നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് എല്ലാം എടുത്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ കളക്ട് ചെയ്ത് പാസ്പോർട്ട് അവിടെ കളക്ട് ചെയ്ത് വെക്കും. അങ്ങനെയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തത് കളക്ട് ചെയ്യാൻ പോവുക എന്നുള്ളതാണ്. നോർമൽ കേസിൽ 4 വർക്കിംഗ് ഡേ ആണ് അവർ പറയുന്നത്. അതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ മെസ്സേജ് വഴിയോ വരും എന്നാണ് ഇവിടെ അവർ അറിയിച്ചിരിക്കുന്നത്. അവർ പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഓൺലൈനിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിൽ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വളരെ കൃത്യമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം പോകുന്നതാണ്. ചൈന എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. ഒന്ന് നല്ല ടൂറിസം എൻഗേജ്മെൻ്റ് ഉള്ളതാണ്. മറ്റൊന്ന് ഏറ്റവും അധികം ഇൻഡസ്ട്രീസ്, ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് പഠനം നടത്താൻ വേണ്ടി പോകാൻ പറ്റുന്ന കൺട്രിയാണ്. അങ്ങനെ നിരവധി പ്രത്യേകതയുള്ള ഒരു നല്ലൊരു കൺട്രിയാണ് ചൈന. പോകലൊരു മസ്റ്റാണ് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്, പോയവരൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ ഈ ഒരു വെബ്സൈറ്റാണ് ചൈനീസിൻ്റെത്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്തായാലും ഹാപ്പി ജേർണി ടു ചൈന. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, പോയവരുണ്ടെങ്കിൽ അറിയിക്കുക. ഇനി പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മുനീർ അൽ വഫ വിത്ത് ലവ്.